മറ്റൊരു വചനം സഭകൾ തെറ്റായി പഠിപ്പിക്കുന്നത്, യേശു വന്ന് തൻ്റെ മണവാട്ടി ചേർത്ത് കഴിഞ്ഞാൽ, അത് ചേർത്തുകൊണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ യഹൂദന് വേണ്ടിയിട്ട് 7 വർഷം അവശേഷിക്കുന്നു എന്നാണ്. ശുദ്ധ ഭോഷ്കാണ്. പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ടാണ് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. ശരി തന്നെയാണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ള മുൻകുറിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കേ ഗ്രഹിക്കുള്ളൂ. വരം ലഭിക്കണമെങ്കിൽ അവർക്കേ ഗ്രഹിപ്പിക്കുള്ളൂ. സഭയിൽ അങ്ങനെ ജീവനായും മരണത്തിനായും പറയും. ഇപ്പോൾ അപ്പോസ്തലർ പറഞ്ഞ് 2:38 പറഞ്ഞ് ജീവൻ വേണ്ടിയിട്ട്, കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്ഥാനമേൽപ്പിൻ എങ്കിൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇത് ജീവന് വേണ്ടിയിട്ട്, ആത്മീയ സഭയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ജഡിക സഭയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ നാമം പറഞ്ഞില്ല. മത്തായി 28:19 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്ഥാനമേൽക്കും. അവിടെ നാമം പറഞ്ഞിട്ടില്ല. മത്തായി 28:19 നാമം പറഞ്ഞില്ല. പിതാവ് നാമമല്ല, പുത്രൻ നാമമല്ല, പുത്രൻ്റെ നാമം യേശുവാണ്. അതുപോലെ ജഡിക സഭയ്ക്കും ആത്മീക സഭയ്ക്കും പറഞ്ഞിട്ടുണ്ട്. ഇവർ ആത്മീകമായി അന്ധരായിരിക്കുന്നത് കൊണ്ടാണ് ഇവർക്കത് ഗ്രഹിക്കാൻ കഴിയാത്തത്. നോക്കൂ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് 9:24 അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രവിടാനും പ്രായശ്യം ചെയ്യുവാനും നിത്യനീതി വരുത്തുവാനും ദർശനത്തിനും പ്രവചനത്തിനും മുദ്രയിട്ടിരിക്കുന്നു. അതിപരിശുദ്ധനായ അഭിഷേകം ചെയ്ത് തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതായത് യഹൂദന്മാർക്ക് 70 ആഴ്ചവട്ടം നിയമിച്ച് 70 ആഴ്ചവട്ടം കൊണ്ടാണ് അവരുടെ വീണ്ടെടുപ്പ്. ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 വർഷമാണ്. അപ്പോൾ 69 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അടുത്ത ഒരാഴ്ചവട്ടം ഉള്ളപ്പോഴാണ് യഹൂദനെ വീണ്ടെടുത്ത് കൊണ്ടുപോകേണ്ടത്. അതിനാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അതായത് 7 വർഷം ഒരാഴ്ചവട്ടം ഉള്ളപ്പോഴത്തേക്ക്, അതിൽ യേശു ഇവിടെ വന്ന് 3.5 വർഷം ശുശ്രൂഷിച്ച് കഴിഞ്ഞു. യഹൂദന് വേണ്ടി ആകെ 7 വർഷമേ ഉള്ളൂ. അതിൽ 3.5 വർഷം യേശു ശുശ്രൂഷിച്ചു എന്നതിൻ്റെ മറ്റൊരു തെളിവാണ് യേശു ക്രിസ്തു ദാനിയേൽ 9:27 അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോട് നിയമം കഠിനമാക്കും. അതായത് യേശു ക്രിസ്തു വന്നപ്പോഴത്തേക്ക് നിയമം കഠിനമാക്കി. പഴയ നിയമകാലത്ത് ഉപേക്ഷണപത്രം എഴുതി കൊടുത്ത് സ്ത്രീയെ ഉപേക്ഷിക്കാമായിരുന്നു. അത് കഴിഞ്ഞാലോ യേശു പറഞ്ഞു വ്യഭിചാരക്കൂട്ടത്തിൽ പിടിക്കപ്പെട്ടാൽ ഭാര്യ ഉപേക്ഷിച്ചിട്ട് വേറൊരുത്തി വിവാഹം ചെയ്യാം. അപ്പോൾ എന്ത് കാരണത്തെ ചൊല്ലി ആദ്യം ഉപേക്ഷിക്കാമായിരുന്നു, പിന്നെ വ്യഭിചാരക്കൂട്ടത്തിൽ പിടിക്കപ്പെട്ടാലേ ഉള്ളൂ കുറച്ച് കഠിനമായി. അത് സ്ത്രീയെ മോഹിക്കേണ്ടി നോക്കുന്നവനെല്ലാം അവളോട് വ്യഭിചാരം ചെയ്യുന്നു, മോഹത്തോടു കൂടെ നോക്കുന്നു. അപ്പം കഠിനമാക്കി. അതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിൽ വന്നപ്പോഴോ ഭാര്യയോ ഭർത്താവോ ജീവിച്ചിരിക്കെ അവരെ ഉപേക്ഷിച്ച് വേറെ വിവാഹം കഴിക്കാൻ പറ്റില്ല, വീണ്ടും കഠിനമാക്കി. ഇനി ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കും. ദാനിയേൽ 9:27 യേശുക്രിസ്തു ക്രൂശിൽ യാഗമായതോടുകൂടി പഴയ നിയമത്തിലുണ്ടായിരുന്ന ഹനനയാഗവും ഭോജനയാഗവും പാനീയയാഗവും എല്ലാ യാഗങ്ങളും നിർത്തലാക്കി. എബ്രായർ 10:10 വായിച്ചു നോക്കുക. യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ യാഗങ്ങളും നിന്നുപോയി, ഇനി അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം 3.5 വർഷം യേശു ശുശ്രൂഷിച്ചിട്ടു, ഇനി അതിൻ്റെ ബാക്കി 3.5 വർഷമേ ഉള്ളൂ. നോക്കൂ, വെളിപ്പാട് പുസ്തകം അത് വ്യക്തമായി പറയുന്നു അവർക്ക് വേണ്ടുന്ന ബാക്കി കാര്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 11:2 ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കുക, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. 42 മാസം എന്ന് വെച്ചാൽ യഹൂദൻ്റെ കലണ്ടറിൽ 30 ദിവസമാണ്. നമ്മുടെയാണ് 30, 29, 30, 31. അവർക്ക് 30 ദിവസമാണ്. 42 മാസം എന്ന് പറയുമ്പോൾ 30 ദിവസം വെച്ച് 3.5 വർഷം 64 മാസമാണ് വരുന്നത്. 42 മാസം അവർ അവിടെ ചവിട്ടും. വീണ്ടും 11:3 അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് വരം നൽകും. അവർ രട്ടുടുത്തും കൊണ്ട് 1260 ദിവസം അവിടെ പ്രവചിക്കും. 1260 ദിവസം വെച്ചാൽ 3.5 വർഷം. അപ്പോൾ യേശുക്രിസ്തു യഹൂദന് വേണ്ടിയിട്ട് 3.5 വർഷം ശുശ്രൂഷിച്ചു, അവരുടെ രക്ഷാപദ്ധതി നീക്കിവെച്ചു. അതിനിടയിലുള്ള ടൈമാണ് ഇപ്പോൾ ജാതികളുടെ ടൈം. ഈ ടൈം അവസാനിച്ച ശേഷം യഹൂദിൻ്റെ ടൈം തുടങ്ങുന്നത് വെറും ബാക്കി 3.5 വർഷമേ ഉള്ളൂ. ഇനി വെളിപ്പാട് പുസ്തകം 12:6 സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അത് യഹൂദന്മാർ ചിതറപ്പെട്ടു, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറപ്പെട്ടു. അവളെ അവിടെ 1260 ദിവസം പോറ്റേണ്ടത് ദൈവം ഒരുക്കിയ ഒരു സ്ഥലമുണ്ട്. അവർ തിരികെ അവിടെ വന്നിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷ അവിടെ ചെയ്യുന്ന 2 പേർ രട്ടെടുത്തുകൊണ്ട് പ്രവചിക്കുന്നത്. ആ സമയം യഹൂദിന് വേണ്ടിയിട്ട് പിന്നെ 3.5 വർഷമേ അവിടെ ഉള്ളൂ. ഇത് വ്യക്തമായി പറയുന്നു. ഒരു സ്ഥലം അവൾക്കുണ്ട്, 1260 ദിവസം. അടുത്ത വെളിപ്പാട് പുസ്തകം 13:5 നോക്കാം. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അതിന് അധികാരം ലഭിച്ചു. ഇനി മറ്റൊരിടത്ത് പറയുന്നുണ്ട് 1 കാലം, 2 കാലം, അരക്കാലം. 1 കാലം 1 വർഷം, 2 കാലം 2 വർഷം, അരക്കാലം അര വർഷം, 3.5 വർഷം. അപ്പോൾ ഇനി യഹൂദന് വേണ്ടിയിട്ട് 3.5 വർഷമേ അവശേഷിച്ചുള്ളൂ. ബാക്കിയെല്ലാം തെറ്റായ പഠിപ്പിക്കലാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.